ഹായ് ഫ്രണ്ട്സ്, നമ്മ ഇന്ന് ഒരു ചെറിയൊരു പരിപാടി പെട്ടെന്ന് തീരുമാനിച്ച ഒരു പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ഏട്ടനാണ്. ഏട്ടൻ്റെ മോക്കൊരു മൊബൈൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ മേടിച്ച് കൊടുത്തിട്ടാ. എന്നാൽ ഇന്ന് നമ്മൾ പെട്ടെന്നൊരു തീരുമാനം, നമ്മൊരു മൊബൈൽ അങ്ങ് വാങ്ങിക്കൊടുത്താലോ. ഇതതിന് പോകാനുള്ള പരിപാടിയാണ്. നമ്മളിനി അവിടെ എത്തിയിട്ട് കടയിലെത്തിയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം കേട്ടോ. മൊബൈൽ ഏതാ വാങ്ങുന്നത്? ഞാൻ ബൈക്കിലാണ് പോകുന്നത്, മഴയാണ്. എന്നാലും കുഴപ്പമില്ല, മഴയത്ത് ഒരു പോക്കങ്ങ് പോവാം. ഒരു സുഖമല്ലേ? എന്നാൽ പോയിട്ട് വരാം. എൻ്റെ കടയിൽ വെച്ച് കാണാൻ ഇനി. ഓക്കെ, അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി കേട്ടോ. ഷോപ്പിലെത്തിയിട്ട് ആ മൊബൈൽ ഫുള്ള് നോക്കി ഒരു മൊബൈൽ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വിവോ Y90 എന്ന മൊബൈലാണ് ഏട്ടന് എടുത്തത് കേട്ടോ. അതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കി. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത ഫോണാണെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ഫോൺ തന്നെ. ആദ്യം വലിയ റേറ്റ് ഒന്നും ഇല്ലാത്തൊരു ഫോണ് ആവുന്ന രീതിയിൽ നമ്മൾ എടുത്തു അത്. പക്ഷെ എന്നാലും പിള്ളേർക്ക് സന്തോഷമാവും. അച്ഛൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി കാണുന്നില്ലേ, ഇനി ഇത് മോളെ കൈമെത്തുമ്പം അവരെ സന്തോഷം അതും പെട്ടെന്ന് മനസ്സിൽ പൊട്ടിമുളച്ചു. അങ്ങനെ എന്തായാലും അടിപൊളിയായി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഇനി നമുക്ക് മൊബൈലിൽ അങ്ങോട്ട് കൈമാറല്ലേ, നോക്കാം. ഇതാ വന്നവിടെ ഏട്ടൻ മോളെ വിളിച്ചു. മോളെ വിളിച്ചപാടെ മോള് ചാടി ഇറങ്ങി വരുന്നുണ്ട് പുറത്തേക്ക്. വരുന്നുണ്ടോ തുള്ളിച്ചാടി വരുന്ന വരവ് നോക്കി എങ്ങനെയുണ്ടെന്ന്. ആ മൊബൈൽ പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടായ സന്തോഷം ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചേ വിചാരിക്കാതെ കൈമ കിട്ടിയൊരു ഫോണല്ലേ, പ്രതീക്ഷിക്കാതെ കൈമ വന്നത്. എങ്ങനെയാലും കുഴപ്പമില്ല. അതിനിടയ്ക്ക് അമ്മേനെല്ലാം ഒന്ന് വിളിച്ചു നോക്കി. അമ്മയും കൂടി ഈ സന്തോഷത്തിലൊന്നും പങ്കുചേർന്നാൽ നല്ലതല്ലേ എന്ന് വെച്ച്. പക്ഷേ അമ്മ വന്നിട്ട് അമ്മ എന്തോ ഉള്ളിൽ പണിത്തിരക്കായതുകൊണ്ട് പിന്നെ നമ്മളെ ശുപ്പാണ്ടി ഒന്ന് പോയി വിളിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നിട്ടാണ്. ഫുള്ളെന്തോ തിരക്ക് പിടിച്ച പണിയാണ്. എങ്ങനെയാലും രണ്ടാളും ഹാപ്പി. അവരെ ഇനി അടിച്ചു പൊളിക്കാനൊക്കെ കിട്ടിയൊരു ഫോണല്ലേ. അങ്ങനെ വേറൊന്നുമല്ല, ഫോണെല്ലാം ഫുള്ളും മോശമായിപ്പോയി. നമ്മൾ ശുപ്പാണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. ഞാനെന്തായാലും ശുപ്പാണ്ടി എന്നാണ് വിളിക്കാം. നിങ്ങൾക്ക് എന്താ അനിയത്തീനെ വിളിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും വിളിക്കാം. ശുപ്പാണ്ടിയാണല്ലോ നല്ല പേര്. എന്തായാലും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വിത്ത് കമൻറ്റ് ചെയ്യണം, മറക്കല്ലേ. ഓക്കെ, ബൈ.